ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ലോഗിൻ പേജാണ്. സോ അതിന് വേണ്ടിയിട്ട് ഹോം പേജിൽ ഒരു ലോഗിൻ റൂട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വ്യൂസിൽ പാർഷ്യൽസിൽ യൂസർ ഹെഡർ, അതിൽ സൈനപ്പിന് തൊട്ടടുത്തായിട്ട് ലോഗിൻ എന്നുള്ളൊരു റൂട്ട് സെറ്റ് ചെയ്യാം. സോ ദെൻ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ പേജ് ലോഡാകണം. നമുക്കതിന് വേണ്ടിയിട്ട് റൂട്ട്സ് യൂസർ റൂട്ടർ, ലോഗിൻ ചെയ്യാനുള്ള റൂട്ട് സെറ്റ് ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് ലോഗിൻ user controller load login, then controllers user controller, നമുക്ക് ലോഡ് ലോഗിൻ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ലോഡ് ലോഗിൻ async request response ട്രൈ ക്യാച്ചിനകത്ത് സെഷനിലെ യൂസർ അവൈലബിൾ അല്ലെങ്കിൽ ലോഗിൻ പേജ് ലോഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലോജിക് എഴുതാം. if request dot session dot user return response dot render ലോഗിൻ. എൽസ് കേസിൽ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് ഹോം പേജ്. ഇനി ക്യാച്ചിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പേജ് നോട്ട് ഫൗണ്ട്. നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം. ലോഡ് ലോഗിൻ നമുക്ക് ഈ റൂട്ടും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്തേക്കാം. പേജ് നോട്ട് ഫൗണ്ട് എന്നുള്ള പേജും കൂടി. അതിന് വേണ്ടിയിട്ട് റൂട്ടർ ഡോട്ട് ഗെറ്റ് പേജ് നോട്ട് ഫൗണ്ട് user controller dot page not found. നമുക്കിനി പേജുകൾ രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യാണ്ട് ലോഗിൻ പേജും പേജ് നോട്ട് ഫൗണ്ടും. യൂസർ ലോഗിൻ ഒരു ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ടെംപ്ലേറ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്ക് പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൂടി മുകളിൽ ഡിഫൈൻ ചെയ്യാം.
page not found, async request response, try catch, response dot render, page 404, response dot redirect, page not found. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പേജ് നോട്ട് ഫൗണ്ട്. നമുക്കതും കൂടി ക്രിയേറ്റ് ചെയ്യാം. യൂസറിൽ പേജ് 404.egs, ഈ പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നമുക്കിനി നോക്കാം. ഇതാണ് ലോഗിൻ പേജ് വരുന്നത്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആദ്യം നമുക്ക് റൂട്ട് സെറ്റ് ചെയ്യാം. റൂട്ടർ ഡോട്ട് പോസ്റ്റ് ലോഗിൻ യൂസർ കൺട്രോളർ ഡോട്ട് ലോഗിൻ. ലോഗിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കൺട്രോളേഴ്സ് യൂസർ കൺട്രോളർ, async request response, try catch, email, password, request dot body. നമുക്കിനി അത് വെച്ചിട്ട് യൂസറിനെ ഫൈൻഡ് ചെയ്യാം. const find user await user dot find one. സോ യൂസറിനെ കണ്ടുപിടിക്കുമ്പോൾ അഡ്മിൻ 0 ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ഈസ് അഡ്മിൻ 0. ദെൻ ഇമെയിൽ നമ്മൾ ബോഡിനെ ഡീസ്ട്രക്ചർ ചെയ്തെടുത്ത ഇമെയിൽ. അതിനുശേഷം if find user, ആദ്യത്തെ കേസ് യൂസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്തില്ലെങ്കിൽ if not find user return response dot render login. ഒരു മെസ്സേജ് പാസ് ചെയ്യാം. മെസ്സേജിൽ യൂസർ നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കാം. ഇനി യൂസറിനെ അഡ്മിൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ if
find user is blocked ആണെങ്കിൽ respond dot render login മെസ്സേജ് പാസ് ചെയ്യാം. user is blocked by admin. ഇനി പാസ്വേഡ് കമ്പയർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റ് പാസ്വേഡ് മാച്ച് അവൈറ്റ് ബിക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാഷ് ചെയ്ത് പാസ്വേഡിനെ വേറൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത്. സോ അതുപോലെ തന്നെ ബിക്രിപ്റ്റിൽ ഹാഷ് പോലെ തന്നെ ഉള്ള ഒരു മെത്തേഡാണ് കമ്പയർ എന്ന് പറഞ്ഞിട്ട്. കമ്പയറിൽ യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡും ഫൈൻഡ് യൂസർ ഡോട്ട് പാസ്വേഡ് മാച്ച് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലോട്ടൊരു എറർ പാസ് ചെയ്യണം. request dot session dot അതായത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത യൂസറിനെ സെഷനിലേക്ക് അസൈൻ ചെയ്യുന്നു. ഫൈൻഡ് യൂസർ ഡോട്ട് ID ദെൻ ഹോം പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നു. ഹോം പേജിന് ഭാഗത്ത് വരുന്നത് സ്ലാഷ് ക്യാച്ചിൽ ബാക്ക് എൻഡിൽ ഒരു എറർ കൺസോൾ ചെയ്യാം. ലോഗിൻ എറർ response dot render login ഫ്രണ്ട് എൻഡിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാം. ലോഗിൻ ഫെയിൽഡ്, പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ. ലോഗിൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നമുക്കിനി സൈനപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സൈനപ്പ് ചെയ്തു. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാം. സോ സെഷനിൽ
യൂസർ ഉള്ളത് കൊണ്ട് ലോഗിൻ പേജ് ലോഡ് ആവില്ല. സോ നമുക്കത് ക്ലിയർ ചെയ്യാം. ലോഗിൻ ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. നമുക്കിനി ലോഗിൻ പേജിൽ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് വ്യൂസിൽ യൂസർ login.egsil വന്നതിന് ശേഷം നമുക്ക് പാസ്വേഡിൻ്റെ ഡിവിന് തൊട്ട് താഴെയായിട്ട് ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. സോ അതിനുള്ള കണ്ടീഷൻ എഴുതാം. if locals dot message and message dot length greater than 0, greater than 0 ആണെങ്കിൽ നമുക്ക് ഒരു div കാണിക്കാം. then ഇത് EGS സിൻടാക്സ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആഡ് ചെയ്യാം. ക്ലാസ് അലേർട്ട് ഡേഞ്ചർ ടെക്സ്റ്റ് സെൻറ്റർ. ഡിവിനുള്ളിൽ നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. equal to message. ഓക്കെ. if കണ്ടീഷനിൽ locals dot message dot length greater than 0 അതിനകത്തൊരു ഡിവിനകത്ത് നമ്മൾ മെസ്സേജ് ബൂട്ട്സ്ട്രാപ്പിൻ്റെ അലേർട്ട് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ if കണ്ടീഷൻ ക്ലോസ് ചെയ്യുന്നു. നമുക്കിനി ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ലോഗിൻ. സോ നമുക്ക് റോങ് ആയിട്ടൊരു ഇമെയിൽ ID എൻ്റർ ചെയ്യാം. യെസ്. അപ്പോൾ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന എറർ, അതായത് യൂസറിന് ഫൈൻഡ് ഔട്ട് ചെയ്തില്ലെങ്കിലുള്ള എറർ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എറർ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമുക്ക് സൈനപ്പ് പേജിലും കൂടി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സൈനപ്പ് പേജിൽ നമുക്ക് ഒരു പെൻഡിങ് ഉണ്ടായിരുന്നു. കൺട്രോളേഴ്സ് യൂസർ കൺട്രോളർ സൈനപ്പ് പേജിൽ നമ്മൾ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. യൂസർ വിത്ത് ദിസ് ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസർ സൈനപ്പ് ഡോട്ട് EGS നമുക്കത് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. then ഇവിടെ നമുക്ക് കൺഫേം പാസ്വേഡ് ഡിവിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം.
ഓക്കെ. സോ യൂസർ വിത്ത് ദിസ് ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ്. സോ സൈനപ്പ് പേജിൽ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന എറർ ഡിസ്പ്ലേ കാണിച്ചു.